നേതാക്കളുടെ അനീതിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഇളകുകയാണ്. പ്രത്യേകിച്ച് ചില എംപിമാർ കോൺഗ്രസിന്റെ അന്തകന്മാരാകുകയാണ് കേരളത്തിൽ. മോദി ഭരണത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക വോട്ടായി മാറിയപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് സൗജന്യമായി ജയിച്ചു പോകുന്ന എംപിമാർക്ക് അവരുടെ മണ്ഡലത്തിലെ ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ത്രാണിയില്ല എന്നോർക്കണം. എം പി എന്ന ആനുകൂല്യത്തിൽ സർവ്വതും നേടിയെടുക്കുമ്പോൾ പാർട്ടിക്കു വേണ്ടി ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നവരോട് ഇവർക്ക് പുച്ഛമാണ്. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി CPM പ്രവർത്തകരെ ജോലിക്ക് ചേർത്തു എന്ന് പ്രവർത്തകർ തെളിവ് സഹിതം പറയുമ്പോൾ അവരോട് ധിക്കാരം പറയുകയാണ് കോഴിക്കോട് MP MK രാഘവൻ. കൈ ശുദ്ധമാണ് പോലും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ലേബലിൽ ഭരിക്കുന്ന സഹകരണ കോളേജിലെ നിയമനം പാർട്ടിയുടെ യോഗം വിളിച്ച് അറിയിക്കേണ്ടതല്ലേ? MP ചെയ്തത് ശരിയാണെങ്കിൽ, കൈ ശുദ്ധമാണെങ്കിൽ പാർട്ടി ഒപ്പം നിൽക്കില്ലേ? ഇതൊന്നുമില്ല. ഇത് പാർട്ടി ജില്ലാ നേതൃത്വം MK രാഘവനെ പൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകരെ വെല്ലുവിളിച്ച് വഞ്ചിച്ച് ഇനി MP അല്ല ഏത് കൊലകൊമ്പനായാലും പാർട്ടി വിടില്ല എന്നാണ് കണ്ണൂർ DCC എടുത്തിരിക്കുന്ന നിലപാട്. പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെ MK രാഘവൻ MPയും കണ്ണൂർ കോൺഗ്രസും തമ്മിലുള്ള പോര് അതിരൂക്ഷമായി. പ്രശ്നം പരിഹരിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതി കണ്ണൂരിലെത്താൻ പോവുകയാണ്. ഇരു വിഭാഗങ്ങളുടെയും നിലപാട് കേൾക്കും. രാഘവൻ അനുകൂലികളായ A ഗ്രൂപ്പ് പ്രവർത്തകരും പ്രതിഷേധിച്ചതിന് നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കളും പഴയങ്ങാടിയിൽ തെരുവിലേറ്റുമുട്ടിയത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണമുണ്ടായിട്ടുണ്ട്. മാടായി കോളേജിലെ നിയമനം പുനഃപരിശോധിക്കാൻ സാധ്യതയില്ല എന്നിരിക്കെ MPയുടെ ചീട്ട് കീറാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. വീട്ടിലേക്ക് പ്രകടനം നടത്തി വീട്ടിൽ കയറി തല്ലുമെന്നാണ് കൂടെയുള്ള പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധിച്ച് നടപടി വാങ്ങിയ പ്രവർത്തകരോട് മുതിർന്ന നേതാക്കൾ ഇനി സംസാരിക്കാൻ പോവുകയാണ്. മാടായി കോളേജ് വിഷയം സംഘടനാ പ്രതിസന്ധി ആയതോടെയാണ് KPCC വളരെ ശ്രദ്ധയോടെ ഇടപെട്ടിരിക്കുന്നത്. അതീവ ഗുരുതരമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിഷയം നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന് മുതിർന്ന നേതാക്കൾ നിലപാടെടുത്തു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ AICCയെയും പരാതി അറിയിച്ച MK രാഘവൻ അവിടെ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ്. MPമാർക്ക് സാധാരണ പ്രവർത്തകരെയല്ല, അങ്ങ് മേളിൽ AICCയിലാണ് പിടിപാട്. തനിക്കൊപ്പമുള്ളവർക്കെതിരെ നടപടിയെടുത്ത DCCക്ക് ഊർജമായത് ചില കേന്ദ്രങ്ങളെന്ന് MP സംശയിക്കുകയാണ്. അതാണ് അദ്ദേഹം വൈകാരിക നിലപാട് എടുത്തത്. എന്നാൽ സംഘടനാ വിരുദ്ധ തീരുമാനമാണ് കോളേജ് ഭരണസമിതിയുടേത് എന്ന് KPCCയുടെ അടിയന്തര ഇടപെടൽ തേടി അയച്ച കത്തിൽ കണ്ണൂരിലെ കോൺഗ്രസ് DCC നേതൃത്വം ഒന്നടങ്കം വ്യക്തമാക്കി കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാതെ MPയുടെ ബന്ധുവായ DYFIയുടെ വലിയ പ്രവർത്തകന് ജോലി നൽകിയതിനെതിരായ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കണമെന്ന് ആവശ്യം ജില്ലയിൽ ഉയർന്നു കഴിഞ്ഞു. പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് നടപടി നേരിട്ട കുഞ്ഞിമംഗലത്തെ നേതാക്കൾ VD സതീശനുമായി സംസാരിച്ചത്. പ്രവർത്തകർ ലവലേശം പിന്നോട്ടില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. അവരോടൊപ്പം കണ്ണൂരിലെ പാർട്ടി നേതൃത്വവും ഉണ്ട്. MK രാഘവൻ MP മാത്രമല്ല, പാർട്ടിയെ മറക്കുന്ന ചില MPമാർ വേറെയുമുണ്ട് ഈ സംസ്ഥാനത്ത്. ഇവരെയെല്ലാം മുക്കാലിയിൽ കെട്ടിയടിക്കാൻ പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ തുടക്കമാണ് മാടായിയിൽ കണ്ടത്. പാർട്ടിക്ക് 10 പൈസയുടെ ഗുണമില്ലാതിരുന്നിട്ടും ന്യൂനപക്ഷങ്ങളുടെ കാരുണ്യത്തിൽ ദില്ലിയിലേക്ക് പറക്കുന്ന MPമാരെ ഏമ്പോക്കികൾ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രകടനം തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രകടനവും പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് നല്ല ശുദ്ധി കലശം എന്ന് തന്നെ ഉറപ്പിക്കാം. കണ്ണൂരിൽ നിന്നും തന്നെ തുടങ്ങിയത് പോരാട്ട വീര്യത്തോടെ തന്നെയാണ്.